കത്തുമ്പോൾ വാഴ വെട്ടാൻ കോൺഗ്രസുകാരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അവരത് കൃത്യമായി തന്നെ ചെയ്യും. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വരും കാലങ്ങളിലായി കോൺഗ്രസ് നടത്തിയ ചില പ്രസ്താവനകളും പ്രവൃത്തികളും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു പൊതു പ്രശ്നം വരുമ്പോൾ അതിനെതിരെ പോരാടുന്നതാണ് ഒരു പൗരന്റെ ധർമ്മം. അതിനി രാഷ്ട്രീയക്കാരനാണെങ്കിലും അല്ലെങ്കിലും. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ലഹരി. അതൊരു മഹാവിപത്തായി തന്നെ മാറിയിട്ടുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കാൻ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കേണ്ടതുണ്ട്. അല്ലാതെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധം മാത്രമാക്കി മാറ്റുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു തലമുറയെയാണ്. കഴിഞ്ഞ ദിവസം കളമശ്ശേരി പോളിടെക്നിക്കിൽ നടത്തിയ പരിശോധനയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും പോലീസ് അതിന് കാരണക്കാരായി എന്ന് പറഞ്ഞ് ഒരു കൂട്ടം വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. അതിനുശേഷം എല്ലാവരും ലഹരി ഉപയോഗം SFIക്കാരുടെ മാത്രം കുത്തകയാണെന്ന മട്ടിലും സംസാരിച്ചിരുന്നു. ഇതിനെതിരെ മന്ത്രി റിയാസ് രംഗത്ത് വന്നിട്ടുണ്ട്. ചിലരുടെ താല്പര്യം കണ്ട ലഹരി ഇല്ലാതാക്കലാണോ അതോ SFIയെ ഇല്ലാതാക്കലാണോ അവരുടെ താല്പര്യമെന്ന് തോന്നിപ്പോകുമെന്ന് മന്ത്രി റിയാസ് പറയുകയുണ്ടായി. ഇത്തരം വിഷയത്തിൽ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തരുതെന്നും ഇതിൽ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ എന്നും അത് ലഹരിയെ തുരത്തുക എന്ന രാഷ്ട്രീയമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ലഹരിക്കെതിരെ എല്ലാവരെയും യോജിപ്പിച്ച് ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കും. മുഖ്യമന്ത്രി അതിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു തരത്തിലും തെറ്റായ പ്രവണതകളോട് സന്ധി ചെയ്ത് പോകാനാകില്ലെന്നും ചിലരുടെ താല്പര്യം കണ്ടാൽ ലഹരി ഇല്ലാതാക്കലാണോ SFIയെ ഇല്ലാതാക്കലാണോ അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ആരായാലും സംശയം തോന്നിപ്പോകുമെന്നും റിയാസ് പറയുകയുണ്ടായി. LDF ആയാലും UDF ആയാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഏതെങ്കിലും പ്രത്യേക മുന്നണിക്ക് ലഹരി വ്യാപകമാക്കണമെന്ന് ആഗ്രഹവുമില്ല. യുവജന വിദ്യാർത്ഥി സംഘടനകളെ പരിശോധിച്ചാലും ലഹരിക്കെതിരെ നല്ല നിലയിൽ തുടർച്ചയായ ക്യാമ്പയിനുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകും. SFIയും ലഹരിക്കെതിരെ തുടർച്ചയായ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്ന സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന ഇത്തരത്തിൽ ഇടപെടുമ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാവരും കൈകോർത്ത് ഇതിൽ ഇടപെടുകയും സർക്കാരിനൊപ്പം നിലകൊള്ളുകയുമാണ് ചെയ്യേണ്ടത്. അത്തരമൊരു ഘട്ടത്തിൽ ലഹരി ഒതുക്കലല്ല SFIയെ ഒതുക്കലാണ് അജണ്ട എന്ന് തോന്നുന്ന നിലയിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനം മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ എന്നും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ലഹരിയെ ഇല്ലാതാക്കലാണ് അതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതിനായി ആദ്യം ഇതിന്റെ സ്രോതസ് കണ്ടെത്തിയിട്ട് നിലവിൽ സർക്കാർ സ്വീകരിക്കുന്നത് പോലെ കർശന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഈ അവസരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. നാളെ സ്വന്തം വീട്ടിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ ഇവർ ഇങ്ങനെയാണോ തീരുമാനമെടുക്കുക? ഇതിലെങ്കിലും രാഷ്ട്രീയം കുത്തിക്കയറ്റാതെ സ്വന്തം കാര്യമായി കണ്ടുകൊണ്ട് ലഹരിക്കെതിരെ പ്രവർത്തിക്കാനുള്ള മനസ്സ് കോൺഗ്രസിനുണ്ടാകണം. ഇല്ലെങ്കിൽ ജനം നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന കാലം വിദൂരമല്ല.